പാശ്ചാത്യ പൗരസ്ത്യ സഭകൾ തമ്മിൽ നോമ്പ് കാലത്തെക്കുറിച്ച് ശക്തീകരണങ്ങളിൽ വ്യത്യസ്തതയുണ്ട്. പാശ്ചാത്യ സഭകൾ ദൈവം ചരിത്രത്തിൽ ഇടപെട്ടതിനെ അനുസ്മരിക്കുന്ന ആഗമനമാണ് ആഘോഷപൂർവമായി ആഘോഷിക്കുന്നത്. പൗരസ്ത്യ സഭകൾ കർത്താവിൻ്റെ പീഡാനുഭവവും മരണവും ഉയർത്തെഴുന്നേൽപ്പുമാകുന്നു ചരിത്രത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി ആദരിക്കുന്നു. ആകയാൽ ഉയർപ്പിൻ്റെ പെരുന്നാൾ ഏറ്റവും ആഘോഷപൂർവമായിട്ട് ആചരിക്കുന്നു. 100 ദിവസങ്ങൾ തുടർച്ചയായുള്ള ധ്യാനങ്ങൾ, അടയാളങ്ങളുടെ ആരംഭം മുതൽ അതേ പരിശുദ്ധാത്മ അഭിഷേകം വരെയുള്ള കാലഘട്ടം, ഉയർപ്പ് ഞായറാഴ്ചയ്ക്ക് മുൻപുള്ള 10 ദിവസങ്ങൾ, അതായത് 40-ാം വെള്ളിയാഴ്ച മുതൽ പ്രത്യേകിച്ച് പീഡാനുഭവത്തെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചുള്ള ധ്യാനമാണ്. അതിന് പിൻപുള്ളതായ 40 ദിവസം കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയെക്കുറിച്ചുള്ളതായ ധ്യാനമാണ്. അതുപോലെ തന്നെ ഉയർപ്പിന് ശേഷം 40 ദിവസങ്ങൾ കർത്താവിൻ്റെ മഹത്വകരമായുള്ള പ്രത്യക്ഷത ശിഷ്യന്മാർക്ക് നൽകി അവരെ വിശ്വാസത്തിൽ യഥാസ്ഥാനപ്പെടുത്തുന്ന ധ്യാനങ്ങളാണ്. അതിനെ തുടർന്ന് 10 ദിവസം പെന്തിക്കോസ്തി അനുഭവത്തെക്കുറിച്ചുള്ള ധ്യാനങ്ങളാണ്. അങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞാൽ 100 ദിവസങ്ങൾ വലിയ നോയമ്പ് ആരംഭം മുതൽ പെന്തിക്കോസ്ത് നാൾ വരെ പ്രത്യേകം ധ്യാനപരമായുള്ള ചിന്തകളിലൂടെ ആഘോഷിക്കപ്പെടുകയാണ്. രണ്ടാമതായി അതിൻ്റെ ആരംഭം, അടയാളങ്ങളുടെ ആരംഭമായി കർത്താവ് ചെയ്തത് കാനാവിലുള്ള ആ കല്യാണ വിരുന്നിൽ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. കർത്താവ് പരസ്യ ശുശ്രൂഷയിൽ ഒടുവിൽ ചെയ്ത അടയാളം ലാസറിനെ കല്ലറയിൽ നിന്ന് പേർ ചൊല്ലി വിളിച്ച് ഉയർപ്പിച്ചതായുള്ള സംഭവമാണ്. ഇതിൻ്റെ മധ്യേ നിരവധി അനുഭവങ്ങൾ, അടയാളങ്ങൾ അവൻ ചെയ്തിട്ടുണ്ട്. യോഹന്നാൻ അപ്പോസ്തലനും അതോടൊപ്പം തന്നെ പൗലോസപ്പോസ്തലൻ്റെയും ചിന്തകളിൽ കർത്താവ് ചെയ്തതെല്ലാം അടയാളങ്ങളായിരുന്നു. വീണ്ടെടുപ്പിൻ്റെ അടയാളങ്ങൾ, മാനവികതയുടെ തിരിച്ചുവരവിലേക്കുള്ളതായ അടയാളങ്ങൾ, ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ്റെ സ്വന്തം സാദൃശ്യത്തെ സൃഷ്ടിച്ച മനുഷ്യൻ്റെ മുഖത്ത് ദൈവത്തിൻ്റെ മനുഷ്യമുഖം ദർശിക്കുക എന്നുള്ളതായിരുന്നു. ഇന്ത്യയുടെ മഹാചിന്തകനായിരുന്ന കേശവ് ചന്ദ്ര സെൻ പറഞ്ഞിട്ടുണ്ട്, യേശുക്രിസ്തുവിൻ്റെ മുഖത്ത് ദൈവത്തിൻ്റെ മനുഷ്യമുഖം കാണുവാൻ കഴിയുന്നു. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നുവെന്ന്. ആ പിതാവിൻ്റെ സ്വന്തം സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ, ആ മനുഷ്യത്വം കാണുന്നത് യേശുക്രിസ്തുവിൻ്റെ മുഖത്താണ്. യേശുക്രിസ്തുവിനെ കണ്ടിരിക്കുന്ന നമ്മുടെ മുഖത്ത് നിന്നും പ്രതിഫലിക്കേണ്ടത് ആ മനുഷ്യത്വത്തിൻ്റെ രശ്മികളത്തിൽ. ഒരു കല്യാണ വിരുന്നിന് യേശുവിനെയും അമ്മയെയും ക്ഷണിച്ചതായുള്ള ഒരു ഭവനത്തിലേക്ക് അതിഥികളായിട്ട് കടന്നു ചെല്ലുന്നു. ആ കല്യാണ വിരുന്ന് മോടിപിടിപ്പിക്കുവാനായി ദീർഘകാലത്തെ ആലോചന അവർക്കുണ്ടായിരുന്നു. എന്നാൽ ആകസ്മികമായി അവർ ദുഃഖത്തിലും അപമാനത്തിലും ലജ്ജയിലേക്ക് വീണു പോകാവുന്നതായുള്ള ഒരനുഭവത്തിൻ്റെ വക്കിൽ എത്തി. അമ്മ അത് കണ്ടപ്പോൾ ആ ഭവനത്തിന് വരാൻ പോകുന്നതായുള്ള പ്രയാസത്തെക്കുറിച്ച് വന്ന് മകനോട് പറഞ്ഞു. വളർത്തിയ മകനെക്കുറിച്ചുള്ളതായ പ്രതീക്ഷയായിരുന്നു. നിശ്ചയമായും ഈ സമയത്ത് അവരുടെ അപമാനത്തിൽ നിന്നും ലജ്ജയിൽ നിന്നും അവരെ വിടുവിച്ച് സന്തുഷ്ടമായ അനുഭവത്തിലേക്ക് ഈ മകന് നടത്തുവാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ടത്രേ
അവൻ നിങ്ങളോട് വല്ലതും കൽപ്പിച്ചാൽ നിങ്ങളത് ചെയ്യുന്ന അവിടെ ഉണ്ടായിരുന്ന സേവകരോട് പറഞ്ഞിട്ട് ആ അമ്മ പോയത്. അവർ വക്കോളം നിറച്ചു എന്നാണ് പറയുന്നത്. കോരിക്കൊണ്ട കൊടുക്കുവാൻ പറഞ്ഞു. അവർ കൊണ്ട കൊടുത്തു. മേൽത്തരമായിരിക്കുന്ന വിഭവമായി അവർക്ക് അനുഭവപ്പെട്ടു. അത് ആകസ്മികമായി ദുഃഖത്തിൽ വീണുപോകുന്നവർക്ക് സന്തോഷവും സംതൃപ്തിയും നൽകുന്ന കർത്താവിൻ്റെ രക്ഷണ്യമായ ശുശ്രൂഷയുടെ ഉദ്ഘാടനമാണ് അവിടെ നടന്നത്. നോയമ്പിൻ്റെ അനുഭവം അതാണ്. യഥാർത്ഥമായ അനുതാപത്തിലേക്ക് വരിക, നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുക, തിരുത്തലിന് വിധേയനാകുവാനായി സന്നദ്ധനാകുക. അങ്ങനെയുള്ളവർക്കത്രേ കർത്താവ് രക്ഷകനായി തീർന്നത്. എബ്രായ ലേഖനത്തിൻ്റെ വാക്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. തന്നെ രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അഭയയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം കണ്ടെത്തുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ചതായുള്ള കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. ആമേൻ. അനുസരണമാണ് രക്ഷയുടെ മാർഗം. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ വിവിധ ഘട്ടങ്ങളെയും പീഡാനുഭവത്തെയും മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും ആഘോഷിപ്പാൻ തക്കവണ്ണം ഉയർപ്പിൻ്റെ പ്രകാശത്തിലേക്ക് ദൈവം നമ്മെ നടത്തട്ടെ.